ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു ഈ ബീമിന്റെ അവിടെ വരെ. ഈ സ്റ്റോർ റൂമിനെ നമ്മൾ ലിവിംഗ് റൂമിന്റെ ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ ഡൈനിങ് അവിടെ ഉണ്ട്, ഇവിടെ ലിവിംഗ് ഉണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോകണം. ആ ഓപ്പൺ കിച്ചന്റെ എക്സ്ട്രീം കംഫർട്ട് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഡൈനിങ് ടേബിൾ, ഇവിടെ ലിവിംഗ് സ്പേസ്, ഇവിടെ കിച്ചന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നാണ് നമ്മൾ പറയണത്. എന്നാൽ പോലും ഇവിടെ കമ്പ്യൂട്ടർ വെക്കണതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഡ്രോയിങ് റൂമിൽ നിന്ന് ഒരു മനുഷ്യൻ ഈ ഒരു ഏരിയയിലേക്കും കാണില്ല. ആ എക്സ്ട്രീം പ്രൈവസിയും എക്സ്ട്രീം ഓപ്പൺനെസ് അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ കിച്ചന്റെ ആ ഒരു ഡിസൈൻ്റെ അകത്ത് നേരത്തെ നമ്മൾ സ്റ്റെയറിന്റെ കേസ് പറയണ്ടായിരുന്നു. പറഞ്ഞാൽ ആ ഡ്രോയിങ് റൂമിനകത്ത് എന്ന് പറഞ്ഞ സ്റ്റെയർ, ആ സ്റ്റെയർ ഇതിലേ വന്ന് ഇങ്ങനെയാണ് പോയിരുന്നത്. അപ്പം ഈ കിച്ചണിൽ ഈ കാണുന്ന ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിലേ വന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു വളവായിരുന്നു. ഇവിടത്തെ വീതി ആകെ ഇത്ര ഉണ്ടായുള്ളൂ. അപ്പം ആ സ്റ്റെയർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിച്ചണിനെ ഭംഗിയായിട്ട് ഈ ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ നിങ്ങൾ വാക്ക് വേ ഒക്കെ വളരെ കുറവാണ്. ഇവിടെ നമുക്ക് കൗണ്ടർ ഉണ്ട്, ഇവിടെ കൗണ്ടർ ഉണ്ട്, ഇവിടെ കൗണ്ടർ ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് വർക്ക് സ്റ്റേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു കൗണ്ടർ കൂടി ഉണ്ട്. പഴയ വീടിന്റെ പുതിയ മുഖം റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിൽ വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.